നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് R&S കോൺഫിഗറേഷൻ ആണ്. R&S കോൺഫിഗറേഷൻ. R&S കോൺഫിഗറേഷൻ എങ്ങനെയാണ് നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ നമുക്കൊരു കോമ്പൗണ്ട് തന്നിരിക്കുകയാണ്. ഇങ്ങനെയാണ് കോമ്പൗണ്ട് തന്നിരിക്കുന്നത്. ഈ കോമ്പൗണ്ടിൽ ഇവിടെ ഒരു CHO ഗ്രൂപ്പ്, ഒരു ആൽഡിഹൈഡ് ഗ്രൂപ്പ്, ദെൻ ഇവിടെ ഒരു CH2OH ഗ്രൂപ്പ്, ദെൻ ഇവിടെ ഒരു OH ഗ്രൂപ്പ്, ദെൻ ഇവിടെ ഒരു ഹൈഡ്രജൻ. ഇത്രയും ഗ്രൂപ്പുകളാണ് തന്നേക്കുന്നത്. എന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് ഇത് R ആണോ S ആണോ എന്ന് ചോദിച്ചു വിചാരിക്കുക. R കോൺഫിഗറേഷൻ ആണോ S കോൺഫിഗറേഷൻ ആണോ എന്ന് ചോദിച്ചു വിചാരിക്കുക. അപ്പൊ നമ്മൾ എങ്ങനെ ആൻസർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സെന്ററിലുള്ള കാർബണും അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഓരോ ആറ്റങ്ങളും നോക്കുക. ഈ സെന്ററിലുള്ള കാർബണുമേ ഇവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു കാർബൺ ആണ്, ഇവിടെ അറ്റാച്ച് ചെയ്തേക്കുന്നത് ഒരു കാർബൺ ആണ്, ഇവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഓക്സിജൻ ആണ്, ഇവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഹൈഡ്രജൻ ആണ്. അപ്പൊ സെൻട്രലായിട്ടുള്ള ആറ്റത്തുമേ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആറ്റം ഏതാണ് എന്ന് നമ്മൾ നോക്കണം. ഓക്കെ, സെൻട്രലായിട്ടുള്ള ആറ്റത്തും അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആറ്റം ഏതാണെന്ന് നോക്കണം. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ കിട്ടും, ഇവിടെ ഓരോ സ്ഥലത്തും കാർബൺ, കാർബൺ, ഓക്സിജൻ, ഹൈഡ്രജൻ എന്നിങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതില് നമ്മൾ ഓരോരുത്തരും പ്രയോറിറ്റിയുടെ നമ്പർ കൊടുക്കുമ്പോൾ ആറ്റോമിക് മാസ് ഏറ്റവും കൂടുതലുള്ള നമ്പർ കൊടുക്കണം. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ കാർബൺ, ഓക്സിജൻ, ഹൈഡ്രജൻ, കാർബൺ, ഇതിൽ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഓക്സിജൻ ആണ്. ആറ്റോമിക് മാസ് ഏറ്റവും കൂടുതലുള്ളത് ഓക്സിജൻ ആയതുകൊണ്ട് ഹയർ പ്രയോറിറ്റി കൊടുക്കുന്നത് ഓക്സിജൻ ആയിരിക്കും. അപ്പൊ ഓക്സിജന് നമ്മൾ നമ്പർ 1 എന്ന് കൊടുത്തു, ഓക്സിജന് നമ്പർ 1 കൊടുത്തു. ഇനി അടുത്തത് ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ളത്, ഇവിടെ രണ്ടാൾക്കാരാണ് കൊടുത്തേക്കണേ. ഒന്ന് കൊടുത്തിരിക്കുന്നത് ആൽഡിഹൈഡും, രണ്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് ആൽക്കഹോളുമാണ്, ആൽക്കഹോളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് രണ്ടും കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെയാണ് വരിക, C ഡബിൾ ബോണ്ടോ സിംഗിൾ ബോണ്ട് H, ഇതാണ് ആൽഡിഹൈഡ്. ഇനി ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ ഈ കാർബണുമേ 2 ഹൈഡ്രജൻ ഉണ്ട്, ഒരു OH ഉണ്ട്, ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ നോക്കൂ, ഇപ്പൊ നിങ്ങൾ ഡബിൾ ബോണ്ടോ R&S കോൺഫിഗറേഷനിൽ എപ്പോഴും നിങ്ങൾ ഇങ്ങനെയാണ് കൺസിഡർ ചെയ്യണത്, 2 സിംഗിൾ ബോണ്ടോ O ആയിട്ടാണ് കൺസിഡർ ചെയ്യുക, 2 സിംഗിൾ ബോണ്ടോ. അപ്പൊ ഇവിടെ രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ 2 ഹൈഡ്രജൻ പ്രസന്റ് ആയിട്ടുണ്ട്, ഒരു OH പ്രസന്റ് ആയിട്ടുണ്ട്, ഒരു ഓക്സിജൻ പ്രസന്റ് ആയിട്ടുണ്ട്. എന്നാൽ ഇവിടെ പ്രസന്റ് ആയിരിക്കുന്നത് 2 ഓക്സിജൻ ആണ് പ്രസന്റ് ആയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഹയർ ആറ്റോമിക് മാസ് വരുന്നത് ഇതിന്റെ കേസിലായിരിക്കും. അപ്പൊ അതിനായിരിക്കും കൂടുതൽ പ്രയോറിറ്റി ഉണ്ടാവുക. അപ്പൊ നമ്പർ കൊടുക്കുമ്പോൾ സെക്കൻഡ് നമ്പർ അതിന് കൊടുക്കും. ഇനി തേർഡ് നമ്പർ സംശയമൊന്നും ഇല്ലാണ്ട് നമുക്ക് തേർഡ് നമ്പർ ഇതിന് കൊടുക്കാം. ഓക്കെ, CH2OH. ദെൻ ലീസ്റ്റ് ആയിട്ടുള്ള ആറ്റോമിക് മാസ് വരുന്നത് ഹൈഡ്രജൻ ആണ്. സോ ഹൈഡ്രജന് 4 എന്ന് നമ്പർ കൊടുത്തു. ഇപ്പൊ നമ്മുടെ എല്ലാവരുടെയും നമ്പർ കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനൊക്കെ തന്നെ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ റൊട്ടേഷൻ വരയ്ക്കുകയാണെങ്കിൽ നോക്ക്, ഇവിടെ 1ൽ നിന്ന് 2ലേക്ക്, 2ൽ നിന്ന് 3ലേക്ക്, 3ൽ നിന്ന് 4ലേക്ക്, കണ്ടോ? അപ്പോ കറക്റ്റ് ഇവിടെ വരുന്ന റൊട്ടേഷൻ എന്ന് പറയുന്നത് ഒരു ക്ലോക്ക് വൈസ് ആയിട്ടുള്ള റൊട്ടേഷൻ ആണ് വരുന്നത്. ക്ലോക്ക് വൈസ് റൊട്ടേഷൻ, ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണ് വരുന്നെങ്കിൽ ആ കോൺഫിഗറേഷനെ എനിക്ക് എന്ത് വിളിക്കാം? R കോൺഫിഗറേഷൻ എന്ന് വിളിക്കാം. ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണ് വരുന്നെങ്കിൽ ആ കോൺഫിഗറേഷനെ നമുക്ക് എന്ത് വിളിക്കാം? R എന്ന് വിളിക്കാം. അപ്പൊ ഇവിടെ കാണിച്ചിരിക്കുന്ന എക്സാമ്പിൾ R ആണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ അടുത്തൊരു എക്സാമ്പിളിലേക്ക് പോവാണ്. അടുത്ത എക്സാമ്പിൾ നോക്കാം. അടുത്ത എക്സാമ്പിൾ ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഇവിടെ ഒരു ബ്രോമിൻ തന്നിരിക്കുന്നു, then ഇവിടെ ഒരു ക്ലോറിൻ തന്നിരിക്കുന്നു, then അടുത്തതായിട്ട് ഇവിടെ ഒരു അയോഡിൻ തന്നിരിക്കുന്നു, then ഹൈഡ്രജൻ തന്നിരിക്കുന്നു. ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിന് ശേഷം നമ്മൾ ഇതിൽ നമ്പർ കൊടുക്കണം. ഓരോന്നിന്റെയും നമ്പർ നമ്മൾ കൊടുക്കുകയാണ്. നമ്പർ കൊടുക്കുമ്പോൾ ആറ്റോമിക് മാസ് ഏറ്റവും കൂടുതലുള്ളത് അയോഡിൻ ആണ്. അപ്പൊ അതിന് 1 നമ്പർ കൊടുത്തു. ദെൻ ആറ്റോമിക് മാസ് അടുത്തത് കൂടുതലുള്ളത് ബ്രോമിനാണ്. സോ 2ാമത്തെ നമ്പർ കൊടുത്തു. ദെൻ ആറ്റോമിക് മാസ് കൂടുതലുള്ളത് 3ാമത്തെ ക്ലോറിൻ ആണ്. അപ്പോൾ ക്ലോറിൻ 3 നമ്പർ കൊടുത്തു. ദെൻ ആറ്റോമിക് മാസ് അടുത്തതായിട്ട് 4 ആയിരിക്കും കൂടുതൽ വരുന്നത്. അപ്പൊ ഹൈഡ്രജന് നമ്പർ കൊടുത്തു. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ ഇനി അടുത്തായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾ നമ്പർ കൊടുക്കുമ്പോൾ ഇവിടെ നിന്ന് ലെഫ്റ്റിൽ നിന്ന് നിങ്ങൾ റൈറ്റിലേക്ക് നമ്പർ കൊടുക്കില്ല, ഇത് ഏരോ ഇട്ടു, കണ്ടോ? അപ്പൊ 1ൽ നിന്ന് 2ലേക്ക്, 2ൽ നിന്ന് 3ലേക്ക്, 3ൽ നിന്ന് 4ലേക്ക്, ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതും ഇവിടെയും വരുന്നത് ക്ലോക്ക് വൈസ് റൊട്ടേഷൻ തന്നെയാണ് വരുന്നത്. ഓക്കെ, ഈ കേസിലും വന്നേക്കുന്നത് ക്ലോക്ക് വൈസ് റൊട്ടേഷൻ തന്നെയാണ്. അതുകൊണ്ട് ഈ കോൺഫിഗറേഷൻ നമുക്ക് എന്താണെന്ന് വിളിക്കാം? R കോൺഫിഗറേഷൻ എന്ന് വിളിക്കാം. ഇതും R കോൺഫിഗറേഷൻ ആണ്. ഇനി അടുത്തൊരു എക്സാമ്പിൾ കാണിച്ചു തരാം.
ഇവിടെ നമ്മള് COOH കൊടുക്കുന്നു. ദെൻ ഇവിടെ CH3 കൊടുക്കുന്നു. ദെൻ അടുത്തതായിട്ട് ഇവിടെ NH2 കൊടുക്കുന്നു. ദെൻ ഇവിടെ ഒരു ഹൈഡ്രജൻ കൊടുക്കുന്നു. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇതിൽ നമ്പർ കൊടുക്കണം. അപ്പൊ നമ്പർ കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു? ഓരോന്നിനായിട്ട് നമ്പർ കൊടുത്തു. ഇതിൽ ആർക്കായിരിക്കും ഫസ്റ്റ് നമ്പർ കൊടുക്കുക എന്നുള്ളതാണ് ഡൗട്ട്, ഈ 4 അപ്പൊ നോക്കുക, നമ്മൾ ഇവിടെ സെൻട്രൽ കാർബണും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ആരൊക്കെയാ നോക്കുക. ഇവിടെ സെൻട്രൽ കാർബണും അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഒന്ന് നൈട്രജൻ ആണ്. ഓക്കെ, ഒരു നൈട്രജൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആ നൈട്രജനും 2 ഹൈഡ്രജനും, ഇതാണ് ഒരെണ്ണം. ദെൻ അടുത്തത് ഇവിടെ COOH അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. COOH എന്ന് പറയുമ്പോൾ ഈ കാർബണും അറ്റാച്ച് ചെയ്തേക്കുന്നത് ഒരു കാർബൺ ആണ്. ആ കാർബണുമേ ഓക്സിജൻ COOH എന്നാണ് വരുന്നത്. COOH എന്ന് പറയുമ്പോൾ C ഡബിൾ ബോണ്ടോ എന്നുള്ളത് നമ്മൾ 2 ഓക്സിജൻ ആയിട്ട് കണക്കാക്കണം. ഡബിൾ ബോണ്ടോ എന്നുള്ളത് സിംഗിൾ ബോണ്ടോ ആയിട്ട് കണക്കാക്കണം. ദെൻ OH എന്ന് വന്നു. ഇങ്ങനെയാണ് വരിക. ദെൻ അടുത്തായിട്ട് വരുന്നത് CH3 ഗ്രൂപ്പ് ആണ്. CH3 ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ കാർബണും അതുമേ 3 ഹൈഡ്രജനും ഇങ്ങനെയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിൽ നോക്കുമ്പോൾ, ഇതിൽ ആറ്റോമിക് മാസ് നോക്കുമ്പോൾ കാർബണിനേക്കാളും ആറ്റോമിക് മാസ് ഉണ്ടായിരിക്കും ആർക്ക്? കാർബണിനേക്കാളും ആറ്റോമിക് മാസ് ഉണ്ടായിരിക്കും നൈട്രജൻ. ഓക്കെ, സോ നൈട്രജന്റെ ആറ്റോമിക് മാസ് ഇവിടെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഫസ്റ്റ് നമ്പർ കൊടുക്കേണ്ടത് ആൾക്കാ, നൈട്രജൻ വരുന്ന ആൾക്ക് നിങ്ങൾ ഫസ്റ്റ് നമ്പർ കൊടുക്കണം. ഇനി അടുത്ത് നോക്കുക, ഇവിടെ വരുന്ന സമയത്ത് അടുത്തത് ഇവിടെയും കാർബൺ അറ്റാച്ച് ചെയ്തേക്കണേ, ഇവിടെയും കാർബൺ ആണ് അറ്റാച്ച് ചെയ്തേക്കണേ, 2 ഭാഗത്തും കാർബണാണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വരുന്നത് ഓക്സിജൻ ആണ് വരുന്നത്, എന്നാൽ ഇവിടെ വരുന്നത് ഹൈഡ്രജൻ ആണ് വരുന്നത്. അപ്പൊ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് ആർക്കായിരിക്കും? COOH കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക. സോ സെക്കൻഡ് നമ്പർ ഞാൻ ആർക്ക് കൊടുത്തു? COOH കൊടുത്തു. COOH സെക്കൻഡ് പ്രയോറിറ്റി. ദെൻ അടുത്തത് CH3ക്ക് തേർഡ് പ്രയോറിറ്റി കൊടുത്തു. ദെൻ ഫോർത്ത് പ്രയോറിറ്റി കൊടുക്കുന്നത് ഹൈഡ്രജൻ. അപ്പൊ നിങ്ങൾ നോക്കി നോക്കൂ, ഇനി ഇതിന്റെ നിങ്ങൾ നമ്പർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്പറിങ് കൊടുക്കുകയാണെങ്കിൽ 1 2 ദെൻ 2-ൽ നിന്ന് 3-ലേക്ക് പോയി, 3-ൽ നിന്ന് 4-ലേക്ക് പോയി. കണ്ടോ, ഒരു ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ആന്റി ക്ലോക്ക് വൈസ് മാനറിൽ വരികയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? എസ് കോൺഫിഗറേഷൻ എന്ന് വിളിക്കാം. ക്ലോക്ക് വൈസ് ആയിട്ട് വരികയാണെങ്കിൽ അതിനെ R കോൺഫിഗറേഷൻ എന്നും, അതേപോലെ ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്തും വിളിക്കാം? എസ് കോൺഫിഗറേഷൻ എന്ന് നമുക്ക് വിളിക്കാം. ഓക്കെ, ക്ലോക്ക് വൈസ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് R കോൺഫിഗറേഷൻ എന്നും, ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് വരികയാണെങ്കിൽ അതിനെ നമുക്ക് എന്തും വിളിക്കാം? എസ് കോൺഫിഗറേഷൻ എന്നും വിളിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്നത് ഒരു എക്സ് കോൺഫിഗറേഷൻ ആണ്. ഇനി നമുക്ക് അടുത്തത് പറയാം, നെക്സ്റ്റ് വൺ. ഓക്കെ, അടുത്തത് നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ പോകുന്ന അടുത്തൊരു എക്സാമ്പിൾ, ഇതേപോലെ തന്നെ ഒരു എക്സാമ്പിൾ കൂടി ഞാൻ കാണിച്ചു തരാണ്, നോക്കിക്കോളൂ. ഇവിടെ ഞാനൊരു ക്ലോറിനെ അടയാളപ്പെടുത്തി. ദെൻ അടുത്തത് ഇവിടെ ഒരു Br അടയാളപ്പെടുത്തി. ദെൻ അടുത്തത് ഇവിടെ C2H5 അടയാളപ്പെടുത്തി. ദെൻ ഇവിടെ ഹൈഡ്രജൻ അടയാളപ്പെടുത്തി. ഓക്കെ, അപ്പൊ ഓരോ ഗ്രൂപ്പുകൾ നോക്കുക, കാർബണുമ്മ പ്രസന്റ് ആയിട്ടുള്ള ഓരോ ഗ്രൂപ്പുകളും. ഓക്കെ, കാർബണുമ്മ പ്രസന്റ് ആയിരിക്കുന്ന ഓരോ ഗ്രൂപ്പുകളും നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു Br വരുന്നുണ്ട്. ഓക്കെ, ഒരു Br പ്രസന്റ് ആയിട്ടുണ്ട്, ഒരു ക്ലോറിൻ പ്രസന്റ് ആയിട്ടുണ്ട്, ഒരു C2H5 എന്ന് പറയുമ്പോൾ എന്താ? CH2CH3 എന്നാ വരിക. CH2CH3 കുറച്ചും കൂടി വലുതാക്കി എഴുതുകയാണെന്നുണ്ടെങ്കിൽ CH2CH3 എന്ന് പറയുമ്പോൾ കാർബൺ കാർബൺ ഹൈഡ്രജൻ 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 ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ നോക്കുക, നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ കൊടുക്കുന്നത് ആർക്കായിരിക്കും? ഏറ്റവും ഒന്നാമത്തെ പ്രയോറിറ്റി കൊടുക്കുന്നത് ബ്രോമിനായിരിക്കും. കാരണം ആറ്റോമിക് മാസ് ഏറ്റവും കൂടുതലാവനാണ്. കാർബണിനേക്കാൾ ആറ്റോമിക് മാസ് ഉണ്ട് ക്ലോറിന്, അപ്പൊ അതുകൊണ്ട് സെക്കൻഡ് പ്രയോറിറ്റി ക്ലോറിന് കൊടുത്തു. തേർഡ് പ്രയോറിറ്റി ആയിരിക്കും നമ്മൾ കാർബണിന് കൊടുക്കുന്നത്. ദെൻ ഫോർത്ത് പ്രയോറിറ്റി ആയിരിക്കും ഹൈഡ്രജന് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇങ്ങനെയായിരിക്കും വരിക. അപ്പൊ നിങ്ങൾ ഇതിന്റെ ഡയറക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും വരിക? 1 2 2 2 3, ദെൻ അടുത്തത് 3 വന്നു, ദെൻ അത് കഴിഞ്ഞാൽ 3 2 4 ഇങ്ങനെയായിരിക്കും വരിക. 1 2 3 ഇതാണ് ഓർഡർ വരുന്നത്. റിവേഴ്സ് ഓർഡർ വരുന്നത്. റിവേഴ്സ് ഓർഡർ വരുന്നത് കൊണ്ട് എനിക്ക് ഇവിടെയും നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും? ഇതും ഒരു ആന്റി ക്ലോക്ക് വൈസ് മാനറിലാണ് കിടക്കുന്നത്. ഓക്കെ, ആന്റി ക്ലോക്ക് വൈസ് മാനറിലാണ് കിടക്കുന്നത്. ആന്റി ക്ലോക്ക് വൈസ് മാനറിലാണെന്നുണ്ടെങ്കിൽ അവന്റെ കോൺഫിഗറേഷൻ എന്തായിരിക്കും? എസ് കോൺഫിഗറേഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോ ക്ലോക്ക് വൈസ് ആയിരിക്കുമ്പോൾ ആറും ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കുന്ന സമയത്ത് എസ് കോൺഫിഗറേഷനും ആയിരിക്കും. ക്ലോക്ക് വൈസ് ആയിരിക്കുമ്പോൾ ആറും ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കുന്ന സമയത്ത് അവിടെ വരുന്ന കോൺഫിഗറേഷൻ എസ് കോൺഫിഗറേഷനും ആയിരിക്കും. ഓക്കെ,
മനസ്സിലായോ? ഇനി അടുത്ത പോയിന്റ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റിലേക്ക് നമുക്ക് വരാം. അടുത്തായിട്ട് ഞാൻ വേറെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കേസ് പറയാൻ പോവാം. ഇപ്പൊ ഞാൻ എല്ലാം കാണിച്ചത് ഒരേപോലത്തെ മോഡൽ ആയിരുന്നു. ഇതിൽ നിന്ന് വിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഒരു കണ്ടീഷനാണ് ഇനി അടുത്തതായിട്ട് കാണിച്ചു തരാൻ പോകുന്നത്. നോക്കിക്കോളൂ. ഇവിടെ നമ്മൾ അടുത്തായിട്ട് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ OH, ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ OH, ദെൻ അടുത്തത് ഇവിടെ മുകളില് ഹൈഡ്രജൻ, ദെൻ CH2, OH, ദെൻ CHO. ഈ ക്വസ്റ്റ്യനിൽ എന്താണ് നേരത്തെ ക്വസ്റ്റ്യനിൽ നിന്നുള്ള വ്യത്യാസം? ഓക്കെ, ഇവിടെ ലോവർ പ്രയോറിറ്റി ഉള്ള ഗ്രൂപ്പ്, അതായത് ഹൈഡ്രജൻ, ലോവർ പ്രയോറിറ്റി ഉള്ള ഗ്രൂപ്പ് ഏറ്റവും മുകളിലാണ് കിടക്കുന്നത്. ഒരിക്കലും കോൺഫിഗറേഷൻ എഴുതുമ്പോൾ അങ്ങനെ ആയിരിക്കാൻ പാടില്ല. എപ്പോഴും ലോവർ പ്രയോറിറ്റി ഉള്ള ഗ്രൂപ്പിനെ താഴെ കൊണ്ടുവന്നിട്ട് വേണം കോൺഫിഗറേഷൻ എഴുതാൻ. ഓക്കെ, അപ്പൊ തൽക്കാലം ഇത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് നോക്കി നോക്കാം എങ്ങനെയാണ് ഇതിന്റെ പേര് എഴുതുന്നത്. അപ്പൊ അതിനാദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നേരത്തെ കൊടുത്ത പോലെ തന്നെ നമ്പർ കൊടുക്കും. അപ്പോൾ 1 എന്ന് OH കൊടുക്കേണ്ടി വരും, 2 എന്ന് CHO കൊടുക്കേണ്ടി വരും, 3 എന്ന് CH3OH കൊടുക്കേണ്ടി വരും, 4 എന്ന് H കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഈ H-നെ, ഈ മുകളിൽ കിടക്കുന്ന H-നെ താഴേക്ക് കൊണ്ടുവരേണ്ടി വരും. അതായത് ഞാൻ ഒന്നാമത്തെ കേസിൽ എഴുതിയ പോലെ എപ്പോഴും ലോവർ പ്രയോറിറ്റി ഉള്ള ഗ്രൂപ്പ് ഈ പൊസിഷനിലാണ് വരേണ്ടത്, താഴെ ഈ പൊസിഷനിലാണ് വരേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ, ഇവനെ ഞാൻ 180 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കും. ആദ്യം 180 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കും. അങ്ങനെ 180 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അവിടെ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ മുകളിലത്തെ ഹൈഡ്രജൻ താഴേക്ക് പോവും, താഴത്തെ CHO മുകളിലേക്കും പോകും. കണ്ടോ? അപ്പൊ ഹൈഡ്രജൻ താഴത്തേക്ക് വന്നു, CHO മുകളിലേക്ക് പോയി. ഇനി അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ അടുത്തായിട്ട് ഈ CH2OH എന്ന് പറയുന്നത് ഇവിടെ ലെഫ്റ്റ് സൈഡിലേക്ക് പോയി, CH2OH. ഓക്കെ, CH2OH ലെഫ്റ്റ് സൈഡിലേക്ക് പോയി. ദെൻ റൈറ്റ് സൈഡിൽ ആരും വന്നു? OH വന്നു. റൈറ്റ് സൈഡിൽ OH വന്നു. ഇങ്ങനെയാണ് വരുന്നത്. കണ്ടോ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കോമ്പൗണ്ടിന്റെ പേര് നമുക്ക് എങ്ങനെ എഴുതാം? നോക്കൂ, ഇവിടെ സെന്ററിൽ കാർബൺ ഉണ്ട്, OH, H, CHO, CH2OH, CH2OH. ഇനി വീണ്ടും നമ്പർ എഴുതുക. ഓക്കെ, നമ്പർ ഇടുക, പേരെഴുതുക. പേരെഴുതുന്ന സമയത്ത് നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ 1 എന്ന് നമ്പർ കൊടുത്തു, ഇതിന് 2 എന്ന് നമ്പർ കൊടുത്തു, ഇതിന് 3 എന്ന് നമ്പർ കൊടുത്തു, ഇതിന് 4 എന്ന് നമ്പർ കൊടുത്തു. കണ്ടോ? ഇപ്പൊ 4 ലോവസ്റ്റ് പ്രയോറിറ്റി ഗ്രൂപ്പ് ഏറ്റവും താഴെ വന്നിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ആക്ച്വലായി കറക്റ്റ് ആയി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോവസ്റ്റ് പ്രയോറിറ്റി ഗ്രൂപ്പ് താഴെ വന്നു. ഇനി നിങ്ങൾക്ക് RNS ആണോ എന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ നമ്പർ കൊടുത്തു, 2 to 3 എന്ന് നമ്പർ കൊടുത്തു, 3 to 4 എന്ന് നമ്പർ കൊടുത്തു. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ലെഫ്റ്റിലേക്കാണ് പോകുന്നത്, അതായത് ആന്റി ക്ലോക്ക് വൈസ് മാനറിലാണ്. സോ നമുക്ക് S ആണ് എന്ന് പറയാം. ഇത് S ആണ്, S റൊട്ടേഷൻ ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ലോവസ്റ്റ് പ്രയോറിറ്റി ആയിട്ടുള്ള ഗ്രൂപ്പിനെ നിങ്ങൾ എങ്ങോട്ട് കൊണ്ടുവരണം? നിങ്ങൾ ഏറ്റവും താഴേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, അങ്ങനെ ചെയ്തിട്ട് വേണം നിങ്ങൾ എപ്പോഴും ആൻസർ എഴുതാനായിട്ട്. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് മറ്റൊരു എക്സാമ്പിൾ കാണിച്ചു തരാം, നോക്കിക്കോളൂ. ഇനി ഞാൻ ഇതേപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ എടുക്കാൻ പോവാം. ലോവസ്റ്റ് പ്രയോറിറ്റി ഗ്രൂപ്പ് വേറൊരു ഭാഗത്ത് കിടക്കുന്ന രീതിയിൽ. ഓക്കെ, അതായത് ഇവിടെ CHO ഗ്രൂപ്പ്. ഓക്കെ, CHO ഗ്രൂപ്പ്. ദെൻ അതിനുശേഷം ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഹൈഡ്രജൻ. ദെൻ ഇവിടെ റൈറ്റ് സൈഡിൽ നമ്മൾ ഒരു OH വെച്ചിരിക്കുന്നു, OH. ദെൻ അതിനുശേഷം ഇവിടെ നമ്മൾ ഒരു CH2OH. ഓക്കെ, CH2OH എന്ന് വെക്കുന്നു. ഓക്കെ, CH2OH. ഇനി നമ്മൾ ഇതിന് ശേഷം ഇതിൽ നമ്മൾ നമ്പർ കൊടുക്കാൻ പോവാ. ഓക്കെ, നമ്പർ കൊടുക്കുന്ന സമയത്ത് എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്പർ കൊടുക്കുമ്പോൾ ഏറ്റവും ലോവസ്റ്റ് പ്രയോറിറ്റി ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ ഹൈഡ്രജൻ ആണ്, അവന് 4 ആയിരിക്കും നമ്പർ വരിക. 1 നമ്പർ കൊടുക്കേണ്ടി വരിക ആർക്കായിരിക്കും? OH-ന് 1 കൊടുക്കേണ്ടി വരും. ദെൻ CHO-ക്ക് 2 കൊടുക്കേണ്ടി വരും, CH2OH-ന് 3 കൊടുക്കേണ്ടി വരും. ഓക്കെ, ഇങ്ങനെയായിരിക്കും വരിക. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നാലാമത്തെ ഗ്രൂപ്പിനെ എവിടേക്ക് കൊണ്ടുവരണം? ഈ പൊസിഷനിലേക്ക് കൊണ്ടുവരണം. നാലാമത്തെ ഗ്രൂപ്പിനെ നമ്മൾ ഈ പൊസിഷനിലേക്ക് കൊണ്ടുവരണം. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നാലാമത്തെ ഗ്രൂപ്പിനെ നിങ്ങൾ ഇവിടേക്ക് കൊണ്ടുവന്നു. അപ്പൊ നിങ്ങൾ മൂന്നാമത്തെ ഗ്രൂപ്പിനെ നിങ്ങൾ ഇവിടേക്ക് കൊണ്ടുപോകും. ഓക്കെ, ഒന്നാമത്തെ ഗ്രൂപ്പിനെ തിരിച്ച് നിങ്ങൾ എവിടേക്ക് തന്നെ കൊണ്ടുപോകും? നാലാമത്തെ പൊസിഷനിലേക്ക് തന്നെ കൊണ്ടുപോകും. ഓക്കെ, അതായത് ഇവനെ ഒന്നും ചെയ്യില്ല, ഈ ടോപ്പിൽ കിടക്കുന്ന ആളെ ഒന്നും ചെയ്യേണ്ട, അവിടെ തന്നെ ഇരുന്നോട്ടെ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ, നാലാമത്തെ പൊസിഷനിലുള്ള ആളെ എടുത്തിട്ട് മൂന്നാമത്തെ പൊസിഷനിലേക്ക് കൊണ്ടുപോകും. മൂന്നാമത്തെ പൊസിഷനിലുള്ള ആളെ എടുത്തിട്ട് ഒന്നാമത്തെ പൊസിഷനിലേക്ക് കൊണ്ടുപോകും. ഒന്നാമത്തെ പൊസിഷനിലത്തെ ആളെടുത്തിട്ട് നാലാമത്തെ പൊസിഷനിലേക്കും കൊണ്ടുപോകും. അങ്ങനെ നിങ്ങൾ വീണ്ടും ഇത് റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണെങ്കിൽ, ഓക്കെ, അങ്ങനെ റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണെങ്കിൽ ഇതിന്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും വരിക? നോക്കൂ, ഇവിടെ എന്ത് വന്നു? ആദ്യം ഈ OH ഈ അറ്റത്തേക്ക് പോയി, അപ്പൊ ഇവിടെ OH വന്നു. ദെൻ അതിനുശേഷം ഹൈഡ്രജൻ എടുത്ത് താഴത്തേക്ക് വെച്ചു, CH2OH റൈറ്റ് സൈഡിലേക്ക് വന്നു, അപ്പൊ CH2OH. ദെൻ ഇവിടെ മുകളിൽ ഒരു ഗ്രൂപ്പ് CHO ഗ്രൂപ്പും പ്രസന്റ് ആയിട്ടുണ്ട്, CHO ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, ഇനി അതിനുശേഷം നിങ്ങൾ ഇവിടെ നമ്പർ കൊടുക്കുകയാണ്. ഇനി നമ്പർ കൊടുക്കുക 1,
2 3 4 1 2 3 4. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്പർ കൊടുക്കുമ്പോൾ 1-ൽ നിന്ന് 2-ലേക്ക്, 2-ൽ നിന്ന് 3-ലേക്ക്, 3-ൽ നിന്ന് 4-ലേക്ക്. കണ്ടോ? അപ്പൊ ഇവിടെ എങ്ങനെയാ വരുന്നത്? ക്ലോക്ക് വൈസ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ക്ലോക്ക് വൈസ് ആയിട്ടാണ് വരുന്നത്. ക്ലോക്ക് വൈസ് ആയിട്ടായിരിക്കുമ്പോൾ നമുക്ക് അതിനെ എന്ത് വിളിക്കാം? ആർ കോൺഫിഗറേഷൻ എന്ന് നമുക്ക് വിളിക്കാം. ക്ലോക്ക് വൈസ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് അതിനെ എന്ത് വിളിക്കാൻ സാധിക്കും? ആർ കോൺഫിഗറേഷൻ എന്ന് നമുക്ക് വിളിക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെയാണ് വരുന്നത്. ഇനി ഒരു എക്സാമ്പിളും കൂടി കാണിച്ചു തരാം. ലാസ്റ്റത്തെ എക്സാമ്പിൾ ആണ്, ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. അവസാനത്തെ ഒരു എക്സാമ്പിൾ കൂടി പറയാൻ പോവാ. അതായത് ഇപ്പൊ കോമ്പൗണ്ട് ഇരിക്കുന്നത് ഇങ്ങനെയാണ് എന്ന് വിചാരിക്കുക. അതായത് ഇപ്പോ ഇവിടെ ഒരു CHO ഗ്രൂപ്പ്, ഓക്കെ, ദെൻ അതിനുശേഷം ഇവിടെ ഒരു ഹൈഡ്രജൻ. ഇവിടെ ഹൈഡ്രജൻ വന്നേക്കുന്നത് റൈറ്റ് ഹാൻഡ് സൈഡിലാണ് വന്നേക്കണേ. റൈറ്റ് ഹാൻഡ് സൈഡിലാണ് ഹൈഡ്രജൻ വന്നിരിക്കുന്നത്. ദെൻ ഇവിടെ ഒരു OH, ദെൻ ഇവിടെ ഒരു CH2OH ഗ്രൂപ്പ്. അപ്പൊ നമ്മൾ ഇവിടെ നോക്കി നോക്കുക, നമ്മൾ ഓരോരുത്തരുടെയും നമ്പർ നോക്കുക. ഇതാണ് ലോവസ്റ്റ് പ്രയോറിറ്റി ഗ്രൂപ്പ്, 4th വൺ വരുന്നത്. ഫസ്റ്റ് വൺ വരുന്നത് OH ആയിരിക്കും. ദെൻ സെക്കൻഡ് വൺ വരുന്നത് CHO ആയിരിക്കും. തേർഡ് വൺ വരുന്നത് ആരായിരിക്കും? തേർഡ് വൺ വരുന്നത് CH2OH ആയിരിക്കും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിൽ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, ഈ 4th പൊസിഷനിൽ കിടക്കുന്ന ആളെ നമ്മൾ 3rd പൊസിഷനിലേക്ക് കൊണ്ടുവരണം. ഓക്കെ, 4th പൊസിഷനിൽ കിടക്കുന്ന ആളെ നമ്മൾ എവിടേക്ക് കൊണ്ടുവരണം? 3rd പൊസിഷനിലേക്ക് കൊണ്ടുവരണം. 3rd പൊസിഷനിൽ കിടക്കുന്ന ആളെ നമ്മൾ എവിടേക്ക് കൊണ്ടുവേണ്ടി വരും? ഫസ്റ്റ് പൊസിഷനിലേക്ക് കൊണ്ടുവേണ്ടി വരും. ദെൻ ഫസ്റ്റ് പൊസിഷനിൽ കിടക്കുന്ന ആളെ നിങ്ങൾ നേരെ എവിടേക്ക് കൊണ്ടുവരേണ്ടി വരും? 4th പൊസിഷനിലേക്ക് കൊണ്ടുവരേണ്ടി വരും. അപ്പോഴും ഇവിടെ സെക്കൻഡ് പൊസിഷനിലുള്ള ആളെ നമ്മൾ ഒന്നും ചെയ്തില്ല കേട്ടാ, ഒന്നും ചെയ്തില്ല. ഓക്കെ, അങ്ങനെ ആ രീതിയിൽ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണെങ്കിൽ, ഓക്കെ അങ്ങനെ റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ H താഴേക്ക് വന്നു. ഓക്കെ, ദെൻ അതിനുശേഷം CH2OH ഇവിടേക്ക് പോയി. ദെൻ ഇവിടെയുള്ള OH ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ അറ്റത്തേക്ക് വന്നു. ദെൻ മോളില് ആരും പ്രസന്റ് ആയിരിക്കുന്നു? CHO ഗ്രൂപ്പും പ്രസന്റ് ആയിരിക്കുന്നു. ഇങ്ങനെ വന്നു അല്ലെ? ഇനി അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ നമ്പർ ഒന്നും കൂടി കൊടുത്തു നോക്കുക. നമ്പർ ഒന്നും കൂടി കൊടുക്കുമ്പോൾ ഇവിടെ 1 എന്ന് വന്നു, ഇവിടെ 2 എന്ന് വന്നു, ഇവിടെ 3 എന്ന് വന്നു. ദെൻ അതിനുശേഷം ഇവിടെ 4 വന്നു, ഇവിടെ 4 വന്നു. ഇനി നിങ്ങളൊന്ന് നോക്കി നോക്കിയാൽ നോക്കുക, 1 to 2, 2-ലേക്ക്, 2-ൽ നിന്ന് 3-ലേക്ക്, ദെൻ 3-ൽ നിന്ന് 4-ലേക്ക്. അപ്പോ ബാക്ക് ആയിട്ടല്ലേ വരുന്നേ? അപ്പോ ഇത് ആന്റി ക്ലോക്ക് വൈസ് മാനറിലാണ്. സോ ഇവന്റെ കോൺഫിഗറേഷൻ എന്തായിരിക്കും? എസ് കോൺഫിഗറേഷൻ ആയിരിക്കും. സോ നിങ്ങൾ ഒരു കാര്യം മാത്രം ഓർത്ത് വെക്കുക, ക്ലോക്ക് വൈസ് ആയാലും ആന്റി ക്ലോക്ക് വൈസ് ആയാലും കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ലോവർ പ്രയോറിറ്റി ഗ്രൂപ്പ് എപ്പോഴും താഴെ വരണം. അപ്പൊ ഇവിടെ ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്നതിനെ താഴത്തേക്ക് കൊണ്ടുവരണം. എന്നിട്ട് വേണം നിങ്ങൾ എഴുതാനായിട്ട്. ലോവർ പ്രയോറിറ്റി ഗ്രൂപ്പ് താഴേക്ക് കൊണ്ടുവന്നിട്ട് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് വളരെ കറക്റ്റ് ആയിരിക്കും.